എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എങ്കിൽ ആ സിദ്ധാന്തമാണ് ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുന്നോട്ട് വെക്കുന്നത്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതിന്റെ പിന്നാലുള്ള എത്ര വലിയ ശക്തിയാണെങ്കിലും സമസ്തയോട് കളിക്കുന്നത് സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, അവരോട് സഹായിക്കുന്നവർ, സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള സംഘടനയോടൊപ്പം കൈചേർക്കുന്നവർ, സമസ്തയുടെ ആദർശത്തിനും ആശയത്തിനും എതിരെ പ്രവർത്തിക്കുന്നവരോടൊപ്പം കൂടുന്നവർ, അവർ എത്ര വലിയ തറവാടുകാരായാലും എത്ര വലിയവരായാലും എത്ര പേരും പെരുമയും പ്രശസ്തിയുമുള്ളവരായാലും പോലും സമസ്തക്ക് അതൊരു കാര്യമില്ല. അത് ആദർശത്തിലാണ്. ആരെയും മുഖം നോക്കാതെ അത് എതിർക്കുക തന്നെ ചെയ്യും മോനെ. അത് നഷ്ടമായാലും കഷ്ടമായാലും പ്രശ്നമില്ല, ജനസംഖ്യ കുറഞ്ഞാലും പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയുണ്ടല്ലോ, അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ട് മുശ്രിക്കുകളുടെ മുഖം നോക്കി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. കണ്ടവരെ പിന്നാലെ പോയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പുറത്തു പോയാലും പ്രശ്നമില്ല, സമസ്തക്കെതിരെ ശബ്ദിച്ചാലും പ്രശ്നമില്ല, സമസ്ത എതിർക്കുന്ന ശത്രുക്കൾ ഏ രീതിയിലും കൂട്ടുകെട്ടിയാലും പ്രശ്നമില്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി വെച്ചത്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൊണ്ടുവന്നത്, പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വഴി കാണിച്ചു തന്നത്, ഇതുപോലത്തെ വാണിമ്പലം ഉസ്താദ് വഴി കാണിച്ചു തന്നത്, ഇതുപോലത്തെ അലിമിങ്ങളെ അരിഫിങ്ങളെ ഉലിയാക്കന്മാർ, ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെ പോരാത്ത, ശംസുൽ ഉലമയെ പോരാത്ത, കാളമ്പാട് ഉസ്താദിനെ പോരാത്ത, ചെറുഷേർ ഉസ്താദിനെ പോരാത്ത, കുമരംപുത്തൂർ ഉസ്താദിനെ പോരാത്ത, പാറന്നൂർ ഉസ്താദിനെ പോരാത്ത, ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ ഉസ്താദിനെ പോരാത്ത, കോട്ടുമല ബാബു ഉസ്താദിനെ പോരാത്ത, PKM ബാബു ഉസ്താദിനെ പോരാത്ത, ബഹുമാനപ്പെട്ട MA ഖാസിം ഉസ്താദിനെ പോരാത്ത, ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമാ ചെറുഷേർ ഉസ്താദിനെ പോരാത്ത, കോട്ട ഉസ്താദിനെ പോരാത്ത, ഷഹീദ് CM ഉസ്താദിനെ പോരാത്ത ആലിമ്യങ്ങൾ ആരിഫ്യങ്ങൾ കാട്ടിത്തന്ന വഴിയാണ്, ആദർശമാണ്, ആ വിശ്വാസമാണ്, ആ സിദ്ധാന്തമാണ്. അതിൽ വ്യത്യാസമില്ല, അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ബഹുമാനപ്പെട്ട ശൈഖുന മിത്തബുൽ ഉസ്താദ് ആദർശം വിട്ടിട്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ല. ആദർശം വിട്ടിട്ട് കളിച്ച ആളല്ല. തമാശക്ക് പോലും സമസ്തക്കെതിരെ കളിക്കുന്നവരുണ്ടല്ലോ, ആശയത്തിലും ആദർശത്തിലും വിശ്വാസത്തിലും ആചാരത്തിലും സമസ്തക്കെതിരെ കളിക്കുന്നവരുണ്ടല്ലോ, അവരോട് രാജിയാകുന്ന പ്രശ്നമില്ല. ആരുടെ മുഖം നോക്കിയിട്ടാണെങ്കിലും സത്യം തുറന്നു പറയുന്ന അധീരത കാണിച്ചിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന മിത്തബുൽ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പറഞ്ഞു വരുന്നത്, അവർ ആലിമീങ്ങളായിരുന്നു, അവർ ആരിഫീങ്ങളായിരുന്നു, കറാമത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു. അവരാണ് നമ്മുടെ വഴികാട്ടികളൊക്കെയും. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും അതിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് മുസ്ലിമേ, SKSF എന്നുള്ള മഹിതമായ സംഘടനയുണ്ടല്ലോ, SOS എന്നുള്ള മഹിതമായ സംഘടനയുണ്ടല്ലോ, അത് പാർട്ടിയല്ലടോ, അതൊരു വിഭാഗമോ ഒരു പ്രസ്ഥാനമോ അല്ലടോ, പകരം അല്ലാഹുവിന്റെ ദീനാണ്. ഇൻഷാ അല്ലാഹ് സമയമായി ഒരു 2 നിമിഷം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇർഷാദ് അരി മസാദും 1-2 വാക്ക് പറയാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല.